ഇതൊരു മുന്നേ കിട്ടാനേ. ഇവിടെ എന്തൊരു പൊട്ട്. അതിന്റെ പാർട്ടായിട്ടൊന്നല്ല, നമ്മളിപ്പോ ഒരു പൊതു ഒരു സോഷ്യോ എക്കണോമിക്കൽ എഡ്യൂക്കേഷണൽ പ്രോജക്റ്റ് ആണിത്. അതായത് ചേച്ചി എന്തുകൊണ്ടായിരുന്നു എഞ്ചിനീയറിംഗ് ഇപ്പം എയറോനോട്ടിക്കൽ കഴിഞ്ഞിട്ട് ആക്ച്വലി എയറോപ്ലെയിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ്, അതിൽ നിന്ന് എന്തുകൊണ്ടാണ് ബാങ്കിലേക്ക് പോയത്? ഇടുമ്പോ തന്നെ സിറ്റി മോഡൽ ഒരു മോഡലേതാ കാറ് ഈ വണ്ടി? ഇയർ എത്രാമത്തെ ഓപ്ഷൻ അത് വേരിയന്റ്? ഇതാണ് ടാറ്റയിൽ ഡീസലില്ല, CNG ഉള്ളൂ. ഉണ്ടോ? നെക്സോൺ ഈവിൻ്റെ ബ്ലാക്ക് ഡാർക്ക് എഡിഷൻ ഭയങ്കര രസമല്ലേ, നല്ല ലുക്ക്. ഇതിന് ഗ്ലാസ് കുറച്ചും കൂടി ഉള്ളവരുണ്ടോ തോന്നിനോ? അതിൻ്റെ ഉള്ളിൽ കയറിപ്പം ഓടിച്ചില്ല, ഇവിടെ കുറച്ചും കൂടെ കർവിൻ്റെ ഡാർക്ക് എഡിഷനുണ്ട്. എൻ്റെ വണ്ടി എടുക്കുമ്പേ കിയ കാരൻസ് ക്ലാവിസിൻ്റെ EV ഒരു നല്ല ഓപ്ഷനായിട്ട് തോന്നുന്നുണ്ട്. എങ്ങനെ അറിയോ? അതിൻ്റെ ബേസ് ഓപ്ഷന് 350 കിലോമീറ്റർ കിട്ടും. അതൊരു 7 സീറ്റർ ആണല്ലോ, 19 ഉറുപ്പ്യ ഉള്ളൂ. 20 ഉറുപ്പ്യ ടാക്സും ഇതൊക്കെ കഴിഞ്ഞാൽ 20 ഉറുപ്പ്യ ഉള്ളൂ. ഒരു നല്ലൊരു ഇന്നോവ എടുക്കണമെങ്കിൽ 10-15 ഉറുപ്പ്യ വേണ്ടേ? ആ സമയത്ത് അതെടുത്തുകൂടെ എന്നിങ്ങനെ ആലോചിക്കുക. കാരൻസ് 7 സീറ്റർ ആവും. ആ EV ലോഞ്ചായല്ലോ. ഞാൻ അവിടെ പോയി ബുക്ക് ചെയ്തില്ല, എൻക്വയറി ചെയ്തിന്. ടെസ്റ്റ് ഡ്രൈവിൻ്റെ ഒന്ന് വിളിക്കാറുണ്ട്. ആ അവിടെ സർവീസ് ഉണ്ട്. ഇവിടെ എന്തോ ഒരു പേരില്ലേ ജംഗ്ഷന്,
ഈ ജംഗ്ഷൻ എന്തോ ഒരു പേരില്ല ഇവിടെ. ഈ ജംഗ്ഷനേ ജംഗ്ഷനാ വല്ലാത്തൊരു ജംഗ്ഷനാണല്ലേ. സഖാവിന് വീട. ശരിക്കും ഇങ്ങനെ ആലോചിക്കുമ്പോൾ പണ്ട് നമ്മളിങ്ങനെ ചെറുപ്പത്തിലേ കളിയാക്കണതും മിമിക്രിയും കാര്യങ്ങളൊക്കെ അച്യുതാനന്ദൻ്റെ ഇങ്ങനെ കേൾക്കല്ലേ. ഒരു അറിയുന്ന ഒരാള് മാതിരി തന്നെയല്ലേ ശരിക്ക്. അത് സ്ഥിരം നമ്മള് ഇതിൽ കേൾക്കണ മൂപ്പര് മെയിനിലെ അന്ന് ഏതൊരാൾ ആദ്യം ചേര് മൂപ്പരേക്കര. പക്ഷെ അത്ര ഇടങ്ങാറൊന്നും ഇല്ലല്ലേ, അതാണ്. ഇല്ല മൂപ്പര് ശരിക്കും വോയിസ് അല്ലല്ലോ ചിലപ്പോ ഉപയോഗിക്കല്. മറ്റോലെ കളിയാക്കിയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിലും അതൊരു വേറെ മോഡുലേഷനിലാണ് മൂപ്പര് സംസാരിക്കുക. നിയമസഭയിൽ നിന്നൊക്കെ ഒരു സാർന്ന് പറഞ്ഞൊരു വിളിയില്ലേ. ചില ഡയലോഗുകൾ ഒക്കെ ഉണ്ടല്ലേ. പേരൊക്കെ ഉണ്ടല്ലോ. ഗ്രീൻ ആപ്പിളാ? എങ്ങനെ അതവിടെ ഇതാകാൻ വേണ്ടി വെച്ചല്ലേ. എന്തൊരു സൗണ്ട് ഉണ്ടല്ലോ. AC-ൻ്റെ ഫീൽ ചെയ്യാനില്ല. എൻ്റെ ഇവിടെ തലൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടൊക്കെ. ഈ ഒരു സൗണ്ട് ഇത് ഇതെന്താ ഇപ്പൊ മറ്റേ ചാനലാ? ചങ്ങായി ഓലെങ്ങനെ നോട്ടിട്ടണല്ലോ കുറെ. റൈറ്റ്, അറിയുന്ന ആളാണോ അറിയില്ല.
സ്പീഡ് സ്പോട്ടിലല്ല പോളൂ. ഫോണിൻ്റെ ഇട മാറ്റേണ്ടത്. ഇവിടെ അടുത്ത് റീൽ കണ്ടില്ല, ഒരു ബൈക്കാരൻ അതിലാണ്ട് പോണേ, ഒരു വണ്ടിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കണ ഒരു വീഡിയോ. അവിടുന്ന് ഒരു ലോറി ഇങ്ങോട്ട് വരും പറ്റേ എഡിറ്റ് ചെയ്തണ്ട് ഈ കറക്റ്റ് സ്പോട്ട് കാണാം. റംബൂട്ടാൻ എല്ലായിടത്തും ഉണ്ടല്ലോ റംബൂട്ടാൻ. ഈ WRC എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ ഉണ്ട്, കേട്ടോ? റേസിംഗ് ആണ്, ഓഫ് റോഡ് പോലത്തെ. എന്താ കോമ്പറ്റീഷനാ? ഇവിടുന്ന് കാര്യം പോയിട്ട് ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിലൊക്കെ എത്തണല്ലേ. ഇവിടെ വിദേശികളൊക്കെ ഉണ്ടായിട്ടില്ലേ? ഇല്ല, വിദേശികളല്ല പറഞ്ഞേ, ആരെങ്കിലും ഒളിമ്പിക്സ് ഒക്കെ പോയിട്ടേ സെറ്റ്. പണ്ടൊരു ഇർഫാൻ നടന്നാണ്ടെത്തില്ലേ, അതേപോലെ പങ്കെടുത്താ മതി. ജോലി നേട്ടിണ്ടാവുമല്ലോ. പാർട്ടിസിപ്പേഷനൊക്കെ ഇതിൽ വരുമല്ലോ അല്ലേ, സ്റ്റാറ്റിസ്റ്റിക്. അനസിനും ബൽക്കൊക്കെ ഉള്ള പ്രശ്നം അതല്ലേ, ഫുട്ബോള് അവിടെ ഓടി എത്തൂലല്ലോ. ഞാൻ എപ്പോഴും പറയല്ലേ, ക്രിക്കറ്റാണ് നല്ലത്. പണ്ട് ഞങ്ങളിങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഒരാൾ നിന്നാണ്ട് ഇതൊന്നും കളിച്ചിട്ട് കാര്യമില്ല, ആണെ ഫുട്ബോളൊക്കെ കളിച്ചിട്ട് അതാണ് ലോക കളി എന്നൊക്കെ, ഇത് പൈസ ഉള്ള കളിയാന്നൊക്കെ. അപ്പം കൂട്ടിയോ എന്താ അയാള് ബിൽഡിംഗ് ആയിട്ട് എടുക്കാനുള്ള പ്ലാൻ ഇട്ടുണ്ടേക്കും. ഡാർക്ക് ഈവില്